എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 19-20 വാക്യങ്ങൾ. മത്തായി 16:19-20. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ താൻ ക്രിസ്തു ആകുന്നുവെന്ന് ആരോടും പറയാതിരിപ്പാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് താൻ ക്രിസ്തു ആണെന്ന് ആരോടും പറയാതിരിക്കാൻ കൽപ്പിച്ചു. അത് പറയുന്നത് ഭൂമിയിൽ കെട്ടപ്പെടുന്നതും അഴിക്കപ്പെടുന്നതും കർത്താവിനാൽ ഹിതകരമാണെങ്കിൽ അത് സ്വർഗത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞതിന് ശേഷമാണ്. കെട്ടാനും അഴിക്കാനുമുള്ള അധികാരം പ്രത്യേക തരത്തിലുള്ളതാണ്. ഫറവോന്റെ കൊട്ടാരത്തിന് അധിപതിയായിരുന്ന യോസേഫ് പണ്ടികശാലയുടെയും അധിപതിയായിരുന്നു. ഫറവോന്റെ പ്രഭുക്കന്മാരെ ഇഷ്ടപ്രകാരം ബന്ധിച്ചു കൊള്ളാനും അവൻ്റെ മന്ത്രിമാർക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കാനും തൻ്റെ ഭവനത്തിന് അവനെ കർത്താവായും തൻ്റെ സർവ്വസമ്പത്തിനും അധിപതിയായും നിയമിച്ചു. പത്രോസിനോട് പറയുന്നത് സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ എന്നതാണ്. അതിനെ വിവിധ നിലകളിൽ ഉപയോഗിക്കാം. ഒന്ന്, ഉപദേശത്തിൻ്റെ താക്കോലാണ്. അതായത് പരിജ്ഞാനത്തിൻ്റെ താക്കോൽ, സത്യവും കർത്തവ്യവും സംബന്ധിച്ച് ലോകത്തെ ഉപദേശിക്കുന്നത്. ഈ വിഷയത്തിൽ അപ്പോസ്തലന്മാർക്ക് മോശയുടേതിൽ നിന്നും വ്യത്യസ്തങ്ങളായ അധികാരമുണ്ടായിരുന്നു. മോശ വിലക്കിയ ചില മാംസങ്ങൾ പുതിയ നിയമകാലത്ത് ഭക്ഷിക്കാൻ അനുവാദമുണ്ടായി. മോശയുടെ കാലത്ത് അനുവദിക്കപ്പെട്ടിരുന്ന ചിലത് പുതിയ നിയമകാലത്ത് വിലക്കപ്പെട്ടു. വിവാഹമോചനം അല്ലെങ്കിൽ ഉപേക്ഷണ പത്രം കൊടുത്ത് ഉപേക്ഷിക്കുന്നത് മോശയുടെ കാലത്ത് അനുവദനീയമായിരുന്നു. എന്നാൽ അപ്പോസ്തലന്മാരുടെ പുതിയ നിയമകാലത്ത് അതിന് അനുവാദമില്ല. ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ മുഴുവനും അറിയിക്കുക എന്നുള്ളതാണ് പുതിയ നിയമത്തിൻ്റെ ഉപദേശം. അപ്പോസ്തല പ്രവർത്തികൾ 20-ാം അധ്യായം 27-ാം വാക്യത്തിൽ നമ്മൾ അങ്ങനെ വായിക്കുന്നു. യഹൂദന്മാരുടെ സമ്പ്രദായം അനുസരിച്ച് ഒരുവൻ നിയമബിരുദം നേടുമ്പോൾ നിയമ പുസ്തകങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന അലമാരിയുടെ താക്കോൽ അവനെ ഏൽപ്പിക്കും. ചുരുളുകളായി അക്കാലത്ത് സൂക്ഷിക്കപ്പെട്ടിരുന്ന പുസ്തകങ്ങളുടെ കെട്ട് പൊട്ടിച്ചു വായിക്കാനും പിന്നീട് കെട്ടാനുമുള്ള സ്വാതന്ത്ര്യവും അവകാശവും അത് മുഖാന്തരം ആ ആളിന് നൽകി വന്നിരുന്നു. സുവിശേഷം അറിയിക്കാനുള്ള സ്വാതന്ത്ര്യവും അടയ്ക്കാനുള്ള അധികാരവും കർത്താവ് കൊടുത്തതും അപ്പോസ്തലന്മാർ ഉപയോഗിച്ചതും അപ്പോസ്തല പ്രവർത്തികളിൽ നമ്മൾ വായിക്കുന്നു. 2, ശിക്ഷണത്തിൻ്റെ താക്കോലാണ്. സ്വഭാവത്തിൻ്റെയും പെരുമാറ്റത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നടത്തുന്ന ഒരു കാര്യമാണിത്. ഇവിടെ നിയമനിർമ്മാണത്തിന് അവകാശമില്ല. എന്നാൽ നിയമം നടപ്പിൽ വരുത്താൻ അവകാശമുണ്ട്. ജഡ്ജി നിയമം ഉണ്ടാക്കുന്നില്ല. എന്നാൽ നിയമം അനുസരിച്ച് നടപടി നടത്താൻ ജഡ്ജിക്ക് അധികാരമുണ്ട്. 20-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത് താൻ ആരാണ് എന്ന് ആരോടും പറയരുത് എന്നതാണ്. യേശു ദൈവത്തിൻ്റെ മശിഹയാണെന്ന് ശിഷ്യന്മാർ ഗ്രഹിച്ചെങ്കിലും അതിൻ്റെ അർത്ഥവ്യാപ്തി അങ്ങനെ തന്നെ അവർ ഗ്രഹിച്ചില്ല. യുദ്ധവീരനും രാജ്യം പിടിച്ച് എടുക്കുന്നവനുമൊക്കെ ആയിട്ടാണ് മശിഹായെക്കുറിച്ച് യഹൂദന്മാർ ചിന്തിച്ചതും കർത്താവിൻ്റെ ശിഷ്യന്മാർ മനസ്സിലാക്കിയതും അങ്ങനെയാണ്. റോമൻ്റെ ആധിപത്യത്തിൽ നിന്നും പാലസ്തീൻ വിമോചിപ്പിച്ച് ഇസ്രായേലിനെ അധികാരത്തിൽ കൊണ്ടുവരുന്ന ചിന്ത അവർക്കെല്ലാം ഉണ്ടായിരുന്നു. മശിഹായുടെ രാജ്യം
എന്ന് പറയുന്നത് അത്തരത്തിൽ പാലസ്തീൻ്റെ വിമോചനമാണ് എന്ന് ഒരു സങ്കുചിതമായ മതബോധത്തിൽ അവരെല്ലാവരും ചിന്തിച്ചു, അങ്ങനെ കരുതി വരികയും ചെയ്തു. അതുകൊണ്ട് താൻ ആരാണ് എന്ന് ആരോടും പറയരുതെന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു. കർത്താവ് ശിഷ്യന്മാരോട് തൻ്റെ കൂടെ ഇരിക്കുമ്പോൾ നടന്നതും ഇപ്പോൾ കണ്ടതും കാണുന്നതും മറ്റുള്ളവരോട് പങ്കുവച്ചാൽ യഹൂദൻ്റെ മശിഹാ സങ്കല്പത്തിന് വിരുദ്ധമായി ചില കാര്യങ്ങൾ അവർ മനസ്സിലാക്കും എന്നുള്ളത് കൊണ്ടാണ് താൻ ആരാണ് എന്ന് അവരോട് പറയരുത് എന്ന് ഉപദേശിക്കുന്നത്. അതുകൊണ്ട് യഹൂദൻ മശിഹായെക്കുറിച്ച് ചിന്തിച്ചിരുന്നതും കർത്താവിൽ കണ്ടതുമായ കാര്യങ്ങൾ തമ്മിൽ വൈരുദ്ധ്യമുള്ളത് കൊണ്ടാണ് ക്രൂശിക്കാൻ ഏൽപ്പിച്ചത് പോലും. അവരാഗ്രഹിച്ചതുപോലെ ഒരു മശിഹാ സങ്കല്പം ക്രിസ്തുവിൽ കണ്ടെത്തിയിരുന്നുവെങ്കിൽ ഒരിക്കലും ക്രൂശിക്കാൻ ഏൽപ്പിക്കയില്ലായിരുന്നു. ഇത് നമ്മുടെയൊക്കെ ദൈവാവബോധത്തിന് നേരെയുള്ള ഒരു വിരൽ ചൂണ്ടലാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവെങ്കിൽ നമ്മൾ ദൈവത്തിന് ഒരു പക്ഷെങ്കിൽ പൂർണ്ണമായും നമ്മളെ തന്നെ കീഴ്പ്പെടുത്തും. നമ്മൾ ആഗ്രഹിക്കുന്ന വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ദൈവത്തെ പോലും നിഷേധിക്കാൻ ഒരു പക്ഷെങ്കിൽ നമ്മൾ തയ്യാറാകും. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ നമ്മെ തന്നെ വിട്ടുകൊടുക്കാൻ സാധിക്കുന്നുവെങ്കിൽ അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ സവിശേഷതയും മഹത്വവും. അങ്ങനെ ആയിരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായ പുതിയ ദിനത്തിൻ്റെ പ്രഭാതം ഞങ്ങൾക്ക് ദാനമായി നൽകിയതോർത്ത് നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ദൈവത്തെ അല്ല, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങളെ തന്നെ രൂപാന്തരപ്പെടുത്താനുള്ള കൃപ ഇന്ന് പകലിൽ നൽകണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഇടപെടലുകളും ദൈവഹിതത്തിന് അനുയോജ്യമായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെ അവിടുത്തെ കൃപയിൽ ഞങ്ങളെ കാക്കണമേ. യേശു മശിഹാ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.